നമസ്കാരം. ആയുർപാലനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചവനപ്രാശത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ആളുകളും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെഡിസിൻ കൂടിയാണ് ഈ ചവനപ്രാശം എന്നത്. ഇത് അവലേഹ അല്ലെങ്കിൽ ലേഹ്യ ഫോമിലാണ് ഉള്ളത്. ഇത് പൂർണ്ണമായും ഹെർബൽ ആയിട്ടുള്ള ഒരു ആയുർവേദിക് മെഡിസിൻ കൂടിയാണ്. പ്രത്യേകിച്ച് രസൌഷധീസ് ഒന്നും ഇതിൽ ഇല്ല. അതുപോലെ തന്നെ ഈ പേര് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് ചവന മഹർഷിയാണ് ആദ്യമായിട്ട് ഈ മരുന്ന് സേവിച്ചത്. ജനാനരകൾ ബാധിച്ച അദ്ദേഹം തൻ്റെ സ്പിരിച്വൽ ലൈഫ് കുറേ നാളിലും കൂടി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയും തൻ്റെ ആയുസ് കൂട്ടുന്നതിന് വേണ്ടിയുമൊക്കെ അശ്വിനി കുമാരന്മാരുടെ സഹായം തേടുകയും അവർ നിർമ്മിച്ച് നൽകിയ ഈ ചവനപ്രാശം എന്ന മെഡിസിൻ കഴിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ജരാനരകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വിട്ടകന്ന് അദ്ദേഹം യൗവനയുക്തനായി തീർന്നുവെന്നുമാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ചവന മഹർഷിയാണ് ആദ്യമായിട്ട് ഈ മരുന്ന് കഴിച്ചതിനാലാണ് ഈ മെഡിസിന് ചവനപ്രാശം എന്ന പേര് വന്നത്. ഈ ചവനപ്രാശത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നത് ചരകാചാര്യാണ്. ചരക സംഹിതയിൽ രസായന ചികിത്സയിലാണ് ഈ മെഡിസിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അംല അഥവാ നെല്ലിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇത് വൈറ്റമിൻ സിയുടെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റ് ദശമൂലങ്ങളൊക്കെയും അടങ്ങിയിരിക്കുന്നു. ബൃഹതി, ഖണ്ഡകാരി, ശോനാഗ പോലെയുള്ള മെഡിസിൻസ്, അതുപോലെ തന്നെ ശതാവരി, അതുപോലെ ഗോക്ഷുര, ഗുഡ, ഘൃത, അങ്ങനെ പിപ്പലി തുടങ്ങി ഒരുപാട് മെഡിസിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് ഈ ചവനപ്രാശം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെ പ്രായമായവരിലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പ്രായമായ ആളുകളിൽ അവർക്ക് ആ ഒരു ഏജിങ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് BP ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ രക്തയോട്ടമൊക്കെ ഏറ്റവും നല്ലതാവുന്നതും അതുപോലെ തന്നെ കാർഡിയാക് ടോണിക്കായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ കൂടുതൽ നറിഷ്മെൻറ്റ് നൽകുന്നതിനൊക്കെ ഇത് വളരെ സഹായിക്കുന്നു. ധാതു പുഷ്ടി ഉണ്ടാവുന്നതിനും കുഞ്ഞുങ്ങൾക്ക് വളർച്ചയും അതുപോലെ തന്നെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടുന്നതിന് ഇത് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കുന്നതാണ്. ഡിപ്രഷനൊക്കെ ഉള്ള പേഷ്യൻസിലൊക്കെ ചവനപ്രാശം നൽകുന്നതിലൂടെ അവർക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടാകും, ചുളിവുകളൊക്കെ, ശരീരത്തിൽ ചുളിവുകളും പാടുകളും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ഇത് കഴിക്കുന്നത് മൂലം അവർക്ക് വളരെ ഗ്ലോ ഉള്ള സ്കിന്നൊക്കെ നേടിയെടുക്കുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ കാരണം ഇതിന് കൂടുതൽ കാൽസ്യം അബ്സോർപ്ഷൻ, നമ്മുടെ ശരീരത്തിലെ കാൽസ്യം അബ്സോർപ്ഷൻ കൂട്ടുന്നതിന് ഇത് വളരെ സഹായകമാണ്. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം നടക്കുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടിയും അതുപോലെ തന്നെ നഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ അസ്ഥികളുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നതിനും ഫ്രാക്ചർ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇത് തടഞ്ഞു നിർത്തുന്നതിനുമൊക്കെ ഈ മെഡിസിൻ വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി കേസിലും ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ റെഫറൻസിൽ തന്നെ പറയുന്നുണ്ട് ഇത് ശുക്രത്തെ, അതായത് സെമൻ്റെ ക്വാളിറ്റി നല്ലതാക്കുന്നതിന്, ഏറ്റവും നല്ല ക്വാളിറ്റി നൽകുന്നതിനൊക്കെ ഇത് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ റെഗുലർ മെൻസ്ട്രുവേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്കും ഇൻഫെർട്ടിലിറ്റി ഒന്നും വരാതിരിക്കുന്നതിനും യൂട്രസിൻ്റെ ആരോഗ്യമൊക്കെ കൂടുതൽ സംരക്ഷിക്കുന്നതിനുമൊക്കെ നിത്യമായിട്ട് ഈ ചവനപ്രാശം കഴിക്കുന്ന സ്ത്രീകളിൽ ആരോഗ്യവും ഉണ്ടാവുന്നതിനുമൊക്കെ വളരെയധികം ഇത് സഹായകമാണ്. അതുപോലെ തന്നെ ശ്വാസകാസ രോഗങ്ങളിലൊക്കെ ഇത് ഫലപ്രദമാണ്. കൂടുതലും പൾമണറി ഡിസീസിലൊക്കെ ഈ ചവനപ്രാശം ഉപയോഗിക്കുന്നുണ്ട്. ആസ്മ, അതുപോലെ പൾമണറി ട്യൂബർകുലോസിസ് പോലെയുള്ള രോഗങ്ങളിലൊക്കെ ഈ ചവനപ്രാശം ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ചിന്തിക്കും ഇത് കഴിക്കുന്നത് മൂലം അധികമായിട്ട് ശരീരഭാരം കൂടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിത്യമായിട്ട് ചെറിയ അളവിൽ ഡോസിൽ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ കഴിക്കുന്നത് മൂലം ഇത് വലിയധികം വണ്ണം വെക്കുന്നതിന് ഇടവരുത്തുന്നില്ല. കാരണം ഇതിൽ നെയ്യ് ഒരു കണ്ടൻ്റാണ്. പക്ഷേ ഒരു സ്പൂണിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ഇതിൽ നെയ്യുടെ അംശമുള്ളൂ. അതുകൊണ്ട് ഇത് കഴിക്കുന്ന മൂലം അമിത ഭാരമൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പക്ഷേ ഇതൊരു രസായന ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
വളരെ ക്ഷീണിച്ച ആളുകളിലൊക്കെ ഇത് അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുക അതിനനുസരിച്ചുള്ള അളവിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ശരീരപുഷ്ടി ഉണ്ടാക്കുന്നതിന് ഇത് സഹായകവുമാണ്. പക്ഷേ ഡെയിലി ഡോസേജിൽ കഴിക്കുന്നത് മൂലം അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 ഗ്രാം വരെ അല്ലെങ്കിൽ 1-2 ടീസ്പൂൺ ഇത് കഴിക്കുന്നത് മൂലം ശരീരഭാരം, അമിതമായിട്ടുള്ള ശരീരഭാരം ഉണ്ടാകുന്നതിനൊന്നും ഇത് ഇടവരുത്തുന്നില്ല. അതുപോലെ തന്നെ ചവനപ്രാശം ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി, അതായത് വൈറ്റമിൻ സിൻ്റെ അളവ് ഇതിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഇത് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ശരീരത്തെ മുഴുവനും രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും അതുപോലെ തന്നെ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും ഒക്കെ ചവനപ്രാശം വളരെ സഹായകമാണ്. നിത്യമായിട്ടും കഴിക്കുന്നത് വളരെ ഗുണകരമാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിലും പ്രായമായ ആളുകളിലും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും, കാഴ്ചക്കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതെ തടയുന്നതിനൊക്കെ ഇത് ദിവസവും കഴിക്കുന്നതിലൂടെ സഹായകമാണ്. 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് നൽകുന്നത്. എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളിൽ ഒരു ടീസ്പൂൺ ഒക്കെ വെച്ച് നൽകാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുമ്പം അതിനെക്കുറിച്ച് ഏറ്റവും അറിഞ്ഞിരിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ഡോസിലും അതുപോലെ തന്നെ അനുമാനമൊക്കെ ഏതെങ്കിലും രോഗത്തിനുമൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുമൊക്കെ ഡോക്ടർ നിങ്ങൾക്ക് അതിൻ്റെ ഡോസേജും കഴിക്കേണ്ട വിധവുമൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. ചവനപ്രാശം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.